ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജോസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് കൊച്ചു കൊച്ചു ടിപ്സുകളാണ്, എന്നിരുന്നാൽ പോലും നമുക്ക് കിച്ചണിൽ ചില സമയങ്ങളിൽ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സുകളാണ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ പഴങ്ങളൊക്കെ വാങ്ങി വരുമ്പോൾ നമ്മൾ കുറച്ചധികമൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം കൂടി ഒരുമിച്ച് പഴുത്തിട്ട് നമുക്കതങ്ങനെ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി, പെട്ടെന്ന് പഴുക്കാതെയും തൊലിയൊക്കെ കറുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ക്ലിങ് ഫോയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഞെട്ടിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം മുഴുവൻ തന്നെ കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ ഇത് നന്നായിട്ട് ഇതേപോലെ അങ്ങോട്ട് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ അതിലേക്ക് എയറൊന്നും കടക്കാതെ തന്നെ ഇരുന്നോളൂ. അപ്പോൾ പഴം പെട്ടെന്ന് പഴുത്ത് പോവുകയോ ഓവറായിട്ട് പഴുക്കുകയോ അല്ലെങ്കിൽ തൊലി കറുത്ത് പോവുകയോ ഇങ്ങനെയൊന്നും തന്നെ സംഭവിക്കാൻ നമുക്ക് ഒരു 1-1.5 ആഴ്ചയോളൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് നല്ല ഫ്രഷായിട്ട് ഇരിക്കും. അപ്പോൾ ചെറുതോ വലുതോ ആയ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് തക്കാളി. നമുക്കറിയാലോ, തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അതിൻ്റെ ആ ഒരു ഞെട്ടിൻ്റെ ഭാഗം ആ ഒരു ഭാഗത്ത് നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചീഞ്ഞ് വരാറുണ്ട്. അതുപോലെ തന്നെ പുഴു കടക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ളൊരു ടിപ്പാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ക്ലിങ് ഫോയിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിങ് ഫോയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സെല്ലോ ടേപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ ആ ഒരു ഞെട്ടിൻ്റെ ആ ഒരു വശത്ത് ആ കുഴിയുടെ ഭാഗത്ത് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് വെക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളി ചീഞ്ഞു പോവില്ല, കേടാവാതെ തന്നെ കുറച്ച് നാൾ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രിഡ്ജിലോ പുറത്തോ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുറച്ച് ഓയിൽ ആ ഒരു കുഴിയുടെ ആ ഒരു ഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതും വളരെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവാതെ പുഴുവൊന്നും കയറാതെ നല്ല ഫ്രഷായിട്ട് തന്നെ നമ്മുടെ തക്കാളി കുറച്ച് നാൾ നമുക്കിതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ക്ലിങ് ഫോയിലൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗം, ആ ഒരു ഭാഗം നമുക്ക് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് അങ്ങോട്ട് നീക്കിയെടുക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനുള്ളൊരു ടിപ്പാണ്. ഇതേപോലെ എന്തെങ്കിലും ഒരു അടയാളം നമുക്ക് ആ ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് സിമ്പിളായിരിക്കും ആ ഒരു ഭാഗം കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സെല്ലോ ടാപ്പിലും ഈ ഒരു രീതി നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. കണ്ടില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഇതുപോലെ നമ്മൾ ഹാൻഡ് വാഷൊക്കെ ഇതുപോലെ ഒരു ബോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം തന്നെ ചിലപ്പോൾ നിൽക്കാറുണ്ടാവില്ല, അല്ലേ? പെട്ടെന്ന് തന്നെ അത് അങ്ങോട്ട് തീർന്നു പോകും. പക്ഷേ ഈ ഒരു ബോട്ടിൽ തന്നെ നമുക്കൊരു 2-3 മാസത്തോളം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടിപ്പാണ് കാണിക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഒഴിഞ്ഞ ഹാൻഡ് വാഷിൻ്റെ ഒരു ബോട്ടിൽ ഞാൻ എടുക്കുന്നുണ്ട്. അതിലേക്കൊരു ഏകദേശം ഒരു 30 ഡ്രോപ്സോളം മാത്രം നമുക്ക് ഒന്ന് പകർത്തി എടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം നമുക്ക് ആ ഒരു ഒഴിഞ്ഞ പാത്രത്തിലേക്ക് ഒന്ന് പകർത്തിയെടുക്കാം. അപ്പോൾ അത് അത്രയും മാത്രമേ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാത്രം നിറയെ നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ഹാൻഡ് വാഷ് ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ട് ലയിക്കുന്നത് പോലെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ടൈറ്റാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു 2 മാസത്തോളമൊക്കെ നമുക്ക് ഇത് തന്നെ ഉണ്ടാവും യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നന്നായിട്ട് പതഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്തെന്ന് പറയുന്നത്, നമ്മൾ ചില സമയങ്ങളിലൊക്കെ അരി ഉഴുന്നൊക്കെ നമ്മൾ കുതിർത്താനായിട്ട് മറന്നു പോകാറുണ്ടല്ലേ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ കുതിർത്തിയെടുക്കാൻ പറ്റുന്നൊരു ടിപ്പാണ് ഇനി കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അരിയും ഉഴുന്നും എല്ലാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂർ പോലും വേണ്ട, അതിന് മുമ്പ് തന്നെ നമുക്കത് കുതിർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ചെയ്തിരിക്കുന്ന ഇത് നമ്മൾ മാവ് അരച്ച് റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് ഫെർമെൻറ്റേഷൻ നടന്നപ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല പോലെ തന്നെ അങ്ങോട്ട് പതഞ്ഞ് പൊങ്ങി നല്ല രീതിയിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ദോശ ചുടുമ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങോട്ട് ശരിക്ക് പരത്തിയെടുക്കാനായിട്ട് സാധിക്കാറില്ല. പാലിലൊക്കെ ആകെ ഒട്ടിപ്പിടിച്ച് ഒരു സുഖമില്ലാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള നന്നായിട്ട് പരത്തിയെടുക്കാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ മാവ് ഒഴിച്ചിട്ട് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിന് പാലിലിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതങ്ങോട്ട് പരത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിസ്പി ആയിട്ടോ
അല്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിലോ ആ രീതിയിലൊക്കെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമ്മൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പുളി സൂക്ഷിച്ച് വെക്കുന്നതാണ്. അപ്പോൾ കുരു കളയാത്ത പുളിയാണ് കേട്ടോ. അപ്പോൾ കുരു കളയാത്ത പുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ പ്രാണികൾ ചെള്ളൊക്കെ കയറിയിട്ട് നമ്മുടെ പുളിയൊക്കെ പെട്ടെന്ന് തന്നെ നാശമായി വരാറുണ്ട്. പുറത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് പ്രാണികൾ കയറിയിട്ട് കേടാവാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ കുരുവൊന്നും കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല ഫ്രഷായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും ആകുന്നത് പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ആ ഉപ്പ് നല്ലപോലെ ഒന്ന് പുരട്ടിയിട്ട് ആ ഒരു പുളിയിലൊക്കെ നല്ലപോലെ ഒന്ന് ആവുന്നത് പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ സൂക്ഷിച്ച് വെക്കണമെന്ന് വെച്ചാൽ അതുപോലെ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് തന്നെ വെച്ചാലും ഇപ്പോൾ കുരു ഇതൊക്കെ കളയാത്തതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ അത് ഇരിക്കുന്നതായിരിക്കും. ഒരുപാട് നാളത് കേടാവാതെ ഇരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ അത് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മൾ പുളി കുതിർക്കുന്നതാണ്. ചിലപ്പോൾ കറിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുളിയൊക്കെ കുതിർക്കാനായിട്ട് മറന്നു പോകാറുണ്ടല്ലേ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള പുളി എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇതുപോലെ അങ്ങോട്ട് കുതിർന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. എന്നാലും ചില സമയങ്ങളിൽ നമുക്കിത് വളരെയധികം യൂസ്ഫുള്ളായിട്ട് മാറാറുണ്ട്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കൂർക്ക ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും മടിയുള്ള കാര്യമാണ് കൂർക്ക ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത്. അത് നമ്മൾ ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ കൈയൊക്കെ ആകെ കറ പിടിച്ചിട്ട് ആകെ വൃത്തികേടാവാറുണ്ട്. എന്നാൽ കയ്യിൽ കറയൊന്നും ആവാത്ത രീതിയിൽ കത്തിയൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള മണ്ണും കാര്യങ്ങളെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കുക്കറിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു ഒറ്റ വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഒറ്റ വിസിൽ മാത്രം ചെയ്തെടുക്കുക. അല്ലെങ്കിൽ വിസിൽ വരുന്നത് വരെ മാത്രം ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും തന്നെ അതിലുള്ള ആ ഒരു തോലൊക്കെ നന്നായിട്ട് തന്നെ ഇളകി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് അതങ്ങോട്ട് തൊലിയൊക്കെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ കയ്യിലൊന്നും ഒട്ടും തന്നെ കറയാവാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് ടിപ്സുകളുണ്ട് കൂർക്ക ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള 1-2 രീതികളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു കൂർക്ക ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ചാനലിൽ കയറിയിട്ട് അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി അടുത്ത കൂർക്ക ക്ലീൻ ചെയ്യുന്ന ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കൂർക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ ബോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചിരട്ട ഇതുപോലെ പൊട്ടിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു ചിരട്ട പൊട്ടിച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. അപ്പോൾ ഒരു പാത്രത്തിൽ കൊള്ളുന്ന അത്രയും തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ വലിയൊരു ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒരു 3-4 പ്രാവശ്യമൊക്കെ ആയിട്ട് ഒന്ന് കുലുക്കിയെടുക്കുക കേട്ടോ. അപ്പോഴേക്കും തന്നെ ആ ഒരു ചിരട്ടയുടെ ആ ഒരു പൊട്ടക്കതിൽ കിടക്കുന്ന കാരണം തന്നെ ആ ഒരു മൂർച്ചയുള്ള ഭാഗമൊക്കെയാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തോലൊക്കെ പെട്ടെന്ന് തന്നെ ഇതേപോലെ അങ്ങോട്ട് അടർന്ന് വരാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഈ ഒരു രീതി തന്നെ ആവർത്തിക്കാവുന്നതാണ്. അപ്പോൾ ബാക്കി തൊലികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ തന്നെ ഒരുവിധമൊക്കെ തന്നെ പോയിട്ടുണ്ട്. ഇനി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കത്തിയൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഇതേപോലെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് വെറുതെ ഒന്ന് കഴുകിയെടുക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു, ബൈ.